ചേട്ടൻ പറഞ്ഞോണ്ടേ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ കഴിയില്ല. കാരണം പറയുമ്പോൾ അത് മറ്റ് തലത്തിലേക്കൊക്കെ ചർച്ച ചെയ്യപ്പെടും. നമ്മൾ അതിനകത്ത് മോശക്കാരാവും. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ കഴിയില്ലെങ്കിൽ ജസ്നയുടെ തിരോധാനത്തിൽ 101% മറ്റു ഒരാളുടെ സാന്നിധ്യം, അല്ലെങ്കിൽ മറ്റൊരു സംഘടനയുടെ സാന്നിധ്യം, അല്ലെങ്കിൽ മറ്റു കുറെ വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ കാര്യത്തിൽ 101% ഞാൻ അനൗൺസ് ചെയ്യുന്നു. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ജസ്നയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ജസ്ന ഇവിടെ നിന്ന് കടത്തിട്ടുണ്ടെങ്കിലൊക്കെ ജസ്നയ്ക്ക് മറ്റൊരാളുടെ സഹായത്തോടു കൂടിയേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ആ കൊച്ചിനെ അപായപ്പെടുത്താൻ മറ്റാരോ ശ്രമിച്ചതിന്റെ ഫലമായിട്ടല്ലാതെ കേസുകൾ എങ്ങനെ വരുന്നു, എങ്ങനെ നിൽക്കണു എന്നുള്ളതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ്. ആ കാലത്ത് ഇപ്പോ 2 ആഴ്ചയായിട്ട് ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് വീഴും, പുറകിൽ പോയി. 24 ഒന്നാം സ്ഥാനത്ത്, റിപ്പോർട്ടർ തൊട്ട് പിറകിലുണ്ട്. ഒരു 25 കൊല്ലത്തെ മാധ്യമ ചരിത്രത്തിൽ അങ്ങനെ ഒരു അധ്യായം ഇല്ല. അപ്പൊ നമ്മൾ മാധ്യമങ്ങളെ തൊട്ടടുത്തറിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു, എന്തായിരിക്കും അവിടുത്തെ പ്ലാനിങ് അപ്രമാദം അവസാനിക്കുന്നു. അത് തിരിച്ചു പിടിക്കാനുള്ള ആസൂത്രണങ്ങൾ എന്തായാലും ഉണ്ടാവും. കാരണം ഇവരാരും നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല യുദ്ധം നയിച്ചിട്ടുള്ള ആളുകളാണല്ലോ ചാനലുകൾ. നമ്മൾ തന്നെ മുമ്പ് ഇപ്പൊ കപിലിനോടായാലും നമ്മൾ പറയാറുണ്ട്, രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിന് മേടിച്ചിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറയുമ്പോൾ പൊതുവെ ആദ്യം എല്ലാവരും അതൊരു തമാശയായിട്ടാണ് എടുത്തിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ വന്ന് മത്സരിക്കുമ്പോഴാണ് പൊതുവെ ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലും എല്ലാവരും അറിയുന്നത്. നമുക്കറിയാം ഏഷ്യാനെറ്റിലെ നല്ല മാധ്യമ പ്രവർത്തകർ പലരും പോയി. ഇനി അത് വേണ്ട, ഏഷ്യാനെറ്റിലെ ഇപ്പുള്ള മാധ്യമ പ്രവർത്തകർ അവരുടെ ഈ സുരേഷ് ഗോപി പറയുന്ന സാധനം തണ്ടല് കളഞ്ഞു, വേറെ വല്ലയിടത്തും വെച്ചു. ഇപ്പോൾ ഇന്നൊരു പുതിയ വാർത്തയാണ്. നമുക്കറിയാം 2018 മാർച്ച് 22 എന്നുള്ളതാണ് ജസ്ന തിരോധാനം. പത്തനംതിട്ടയിൽ കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലം, പത്തനംതിട്ടയിലത്തെ കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജസ്ന ആ കുട്ടിയുടെ തിരോധാനം ഉണ്ടാവുന്നത്. അപൂർവമായ തിരോധാനം. അതെ, കേരള പോലീസ് അന്വേഷിച്ച കേസുകളിലൊന്നും തന്നെ പോലീസ് മുതൽ CBI വരെ അന്വേഷിച്ചൊരു കേസ്. അതെ, അതും CBI പറയും പോലെ CBI അടുത്ത കാലത്ത് ഈ കേസിൽ തുമ്പില്ല എന്ന് തീർച്ചയായും പറഞ്ഞ് കുറ്റപത്രം കൊടുക്കാവുന്ന അല്ലെങ്കിൽ ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. കോടതി അത് അംഗീകരിച്ചില്ല. അതിപ്പോൾ നമ്മൾ പല കേസുകളിലും അത് കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഊഹം വയ്ക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഏറ്റവും അടുത്ത് ഏറ്റവും പെട്ടെന്ന് പിടിക്കാം എന്ന് വിചാരിച്ച ഒരു കേസാണ് AKG സെൻറ്റർ ആക്രമണം. അതിൽ വളരെ പെട്ടെന്ന് പിടിക്കുമെന്ന് വിചാരിച്ച കേസ് പിന്നെ നീണ്ടു പോയി. ആ നീണ്ടു പോയപ്പോൾ തന്നെ മാധ്യമങ്ങൾ അതിലെ പ്രതി ബിനു എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു കൗൺസിലറെ പ്രതിയായിട്ട് വെച്ചു. മറുനാടൻ മലയാളി, ജനൻ TV, ഏഷ്യാനെറ്റ്, മനോരമ ഇവരൊക്കെ ബിനുവിനെ പ്രതിയാക്കി ചിത്രീകരിച്ച് വാർത്ത ചെയ്തു. ഇപ്പം ഈ കാഫിർ പ്രയോഗം പോലെ തന്നെ പ്രതിനെ കിട്ടുന്നതിന് മുമ്പ് ഏതൊരു കേസിലും കേരളത്തിലെ പൊതു സ്വഭാവം CPM-മാരായിരിക്കും പ്രതി. അപ്പോൾ ഈ ജസ്ന കേസിൽ ഈ വെളിപ്പെടുത്തൽ ഇപ്പൊ നടത്തുമ്പോൾ നമ്മൾ ആ വെളിപ്പെടുത്തൽ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, പറഞ്ഞ പോലെ തന്നെ റേറ്റിംഗിൽ അവർക്ക് തിരിച്ചു വരണം. യെസ്, അതിലൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു സംശയം ജനിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. ഇത് ജസ്നയുടെ അച്ഛനാണ്, ജെയിംസ്. ഞാൻ പോയില്ല, സമയം കറക്റ്റ് അല്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പൊ എന്റെ ഒരു സുഹൃത്ത്, ഈ പറയുന്ന ജീവനക്കാരുടെ വീടിനടുത്ത് തന്നെയുള്ള സുഹൃത്തുണ്ട്. ഞാനും പറഞ്ഞു ഇന്നയാളുടെ എന്നെ വിളിച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്താണ്, അവിടെ പോയി ആൾ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അവരോട് സംസാരിച്ചപ്പോഴേ നമുക്ക് അതിനകത്ത് വലിയ വാസ്തവം ഉണ്ടെന്ന് തോന്നിയില്ല. യെസ്, അവർക്കത് വിശ്വാസയോഗ്യമായിട്ട് തോന്നിയില്ല. നമ്മൾ അന്ന് വരെ ഒരു കേസിലും മാധ്യമങ്ങൾ ഇത്രത്തോളം പ്രബലരാണ്, നാലാം തൂണാണെന്ന് പറയുമ്പോഴും ഒരു കേസിലും അവര് കൃത്യമായ ഒരു വിവരം കൊണ്ടുവന്ന് പോലീസിന് ഒരു ലീഡ് കൊടുത്തതായിട്ട് നമുക്കറിയില്ല. നിനക്കറിയാം, കേരളത്തിലെ ഏഷ്യാനെറ്റിന്റെ തന്നെ ചരിത്രത്തിലെ ഒരു ചാരക്കേസിന് സമാനമായ കേസാണ് നമ്മുടെ ഈ പോൾ മുത്തൂറ്റ് വധവുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസം തന്നെ കൊടിയേരിയാണ് ഇതിൽ ബന്ധപ്പെട്ടത് എന്നുള്ള നിലയ്ക്ക് ഏഷ്യാനെറ്റ് തുടർച്ചയായി വാർത്ത ചെയ്യുകയും, എനിക്ക് തോന്നുന്നു ഇവയിലെ ഓം പ്രകാശും പുത്തമ്പാൽ രാജേഷും ഗൾഫിൽ വരെ എത്തി എന്നുള്ള നിലയ്ക്കുള്ള വാർത്ത ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത ഇപ്പൊ കിട്ടുന്നില്ല കേട്ടാ, നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടില്ല. അതിനുശേഷം ഈ എസ്കത്തി പ്രതിയുടെ അമ്മയുടെ മൊഴിയാണ്. ആരുടെ? പ്രതിയുടെ അമ്മയുടെ മൊഴി എന്ന് പറഞ്ഞാൽ പ്രതിനെ രക്ഷപ്പെടുത്താൻ എന്തും ചെയ്യും
ഒരമ്മ തീർച്ചയായിട്ടും പറയാലോ. പറയാം. അപ്പോൾ അവരുടെ അമ്മയുടെ മൊഴിയാണ് എസ്കത്തി ഈ അവരുടെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചു. നമുക്ക് വിരോധമില്ല. ഈ കേസ് പിന്നീട് CBI അന്വേഷിച്ചിട്ട് CBI കോടതി ഇന്ന് ശിക്ഷ കിട്ടുമ്പോഴും ഹൈക്കോടതിയിൽ നിന്ന് വെറുതെ വിടുകയാണ് പ്രതികളെ. ഇവർ കൊണ്ടുവരുന്ന വാർത്തകൾ കൊണ്ട് എന്തെങ്കിലും ഒരു ലീഡ് ഉണ്ടായി. CBI ഈ കേസ് ശിക്ഷ കഴിയുമ്പോൾ, ഹൈക്കോടതി ശിക്ഷ കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞ എസ്കത്തി എവിടെ എന്ന് ഏഷ്യാനെറ്റ് ചോദിക്കില്ലല്ലോ, ഒരു വാർത്ത കഴിഞ്ഞല്ലോ. യെസ്. അപ്പോൾ വാർത്തകളുടെ പിന്നാലെ പോകുമ്പോഴുള്ള ഒരു സംഭവമാണ്. എനിക്കിതിൽ കൃത്യമായ സംശയം തോന്നാനുണ്ടായ ഒരു കാര്യം, അത് വളരെ യാദൃശ്ചികമാണെന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് മറ്റേ ഷോൺ ജോർജ് അതാണ് എന്ന് വെച്ചാൽ ഇവര് ഇതിന്റെ കാര്യങ്ങൾ വിളിച്ചു ചോദിക്കുന്നത് ഇപ്പൊ BJP നേതാവായ ഷോൺ ജോർജിനോടാണ്. നമുക്കറിയാം ഷോൺ ജോർജിനെ CBIക്ക് തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഷോൺ ജോർജ് വഴി ഏഷ്യനായിട്ട് തെളിയിക്കാൻ പോവാണ് അല്ലെ? അല്ല, ഈ വെളിപ്പെടുത്തൽ ഷോൺ ജോർജ് വഴി വന്നതായിരിക്കാം എന്നാണ് സാധ്യത. അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഷോൺ ജോർജിന് വാർത്തയിൽ മുന്നിലെത്തും വേണം, BJPയുടെ കയ്യിൽ നിന്നുള്ള പരിഗണന കിട്ടും വേണം, കേരള രാഷ്ട്രീയത്തിൽ വലിയ ഇടപെടൽ നടത്തും വേണം. നമുക്കറിയാം ഇവിടെ വീണ വിജയനെതിരെയുള്ള ആരോപണം കൊണ്ടുവരുമ്പോൾ UK ആസ്ഥാനമായിട്ടുള്ള എക്സാലോജിക് കമ്പനി അത് വീണ വിജയന്റെ ആന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുകയാണ്. മണ്ടത്തരാണെങ്കിലും നമ്മുടെ പത്രങ്ങളെല്ലാം തന്നെ അത് റിപ്പോർട്ട് ചെയ്തു. ഏഷ്യാനെറ്റ് മാപ്പ് പറഞ്ഞു, റിപ്പോർട്ടർ TV അത് മാറ്റി പറഞ്ഞു. പക്ഷെ ഇത്തരം വലിയ മണ്ടത്തരം പറയാനായിട്ട് തയ്യാറാവുന്ന ഒരാള്, അത് മാത്രല്ല നടിയെ ആക്രമിച്ച കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ ദിലീപിനെതിരെ നിൽക്കുന്നു എന്നുള്ള നിലയ്ക്ക് വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് വെച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന നടക്കുന്നത്. ഷോൺ ജോർജ് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിന് അനുകൂലമായി ചില ഇടപെടലുകൾ നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. അതായത് ദിലീപിന് എതിർ വിഭാഗത്തിലുള്ള ആളുകളുടെ വ്യാജ വാട്സാപ്പ് അക്കൗണ്ട് ഉണ്ടാക്കി അതിലെ സ്ക്രീൻഷോട്ട് ദിലീപിന്റെ സഹോദരനടക്കം അയച്ചു കൊടുത്തു എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. DYSP അമ്മണിക്കുട്ടന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ രാവിലെ മുതൽ പരിശോധന നടത്തുന്നത്. ജോർജ് തന്നെയാണോ? അപ്പോ ഇങ്ങനെയുള്ള ചില ഷെയ്ഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്കറിയാം അതിനു മുമ്പിൽ കൃത്യമായ അജണ്ട ഉണ്ടാവാനാണ് സാധ്യത. ഏഷ്യാനെറ്റ് റേറ്റിംഗിൽ താഴെ പോയോണ്ട് സത്യം പറയാതെ മറ്റു വല്ല വിവാദം ഉണ്ടാക്കാന പരിപാടി എന്ന് വെച്ചാല് അത് നടക്കുവോ? ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ ലോകാവോളോട്ടോ, അതേ കിടക്കണില്ലേ, ബേക്കിൽ കിടക്കണില്ലേ, ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് തകിട് പൊടിയായി വീഴും. ഏഷ്യാനെറ്റിനെ പോലെ ഒരു ചാനലൊക്കെ അങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ അഭിമുഖം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പരമാവധി ശ്രമിച്ചു ചാനലുകൾ തമ്മിലുള്ള ഒരു ഐക്യം അല്ലെങ്കിൽ അവരുടെ സ്നേഹം കൊണ്ടുവരാൻ. ഇവർക്ക് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമുക്ക് മാധ്യമങ്ങളെ വിശ്വാസം ഇല്ലാതെ വരുന്നത് അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. ഇങ്ങനെയാവുമ്പോൾ കാര്യങ്ങൾ ചിലത് പറയേണ്ടി വരും. ഈ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകമായിട്ട് മാറും ഏഷ്യാനെറ്റ് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. ഞാൻ ബിജു പവിത്ര, കപിൽ രാജ്. നന്ദി, നമസ്കാരം.